1975 ഊരുട്ടമ്പലം സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠനം നടത്തിയ കൂട്ടുകാർ വീണ്ടും ഒത്തുകൂടി. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഒത്തുചേർന്നത്. 7 വർഷമായി ഈ കൂട്ടായ്മ മുടങ്ങാതെ നടക്കുന്നുണ്ട്. ഓണാഘോഷവും സാമൂഹ്യ സേവന പ്രവർത്തനവും ഗുരുവന്ദനവും മാതാപിതാക്കളെ ആദരിക്കലുമൊക്കെ ഈ കൂട്ടായ്മ മാതൃകാപരമായി നിർവഹിക്കുന്നുണ്ട്. സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മാതാപിതാക്കളെ ചടങ്ങിൽ ആദരിക്കുകയും കേക്ക് മുറിക്കുകയും ചെയ്തു. 2027-28 1-ാം പള്ളിക്കൂട കൂട്ടായ്മയ്ക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളും ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട്. മതേതരത്വത്തിന്റെ പ്രതീകമായി അമ്മ ഭദ്രദീപത്തിലേക്ക് പള്ളിക്കൂടം കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് മനോഹരമായ ഒരു ഹാള് എല്ലാ മാസവും കമ്മിറ്റി കൂടുന്നതിന്, അതോടൊപ്പം തന്നെ അവിടെ പങ്കെടുക്കുന്ന പ്രിയ മക്കൾക്ക് എല്ലാം തന്നെ രുചികരമായ ഭക്ഷണം എല്ലാ ദിവസങ്ങളിലും അവിടെ ചെന്നാൽ മൃഷ്ടാന്ന ഭോജനം നടത്തിയാണ് നമ്മൾ ഇറങ്ങാറുള്ളത്. അമ്മയെ ആദരിക്കുന്നതിന് പ്രിയ മഹേന്ദ്രനാണ് യോഗം കിട്ടിയത്. അതോടൊപ്പം നമ്മുടെ സ്കൂൾ കൂട്ടായ്മയ്ക്ക് 5 അമ്മയുടെ മകൻ IPS സീനിയർ സൂപ്രണ്ടാണ്. മകള് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ സന്തോഷത്തിനോടൊപ്പം തന്നെ എനിക്ക് ചെറിയൊരു അസൂയം കൂടെ നിങ്ങളെ ഈ കൂട്ടായ്മ കണ്ടിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം എൻ്റെ നാട് കാലടിയാണ്. കാലടി ആറ്റുകാലിനടുത്ത്, അറിയാമോ? ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്താണ്. അവിടെ ഒരു വലിയ കാലടി സ്കൂൾ എന്നൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ പഠിച്ച ആളാണ് ഞാൻ. അവിടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 90 മെമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ആദ്യത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു, അധ്യക്ഷൻ. ഇപ്പം ഞാൻ മാറി ഓണത്തിന്. അപ്പം നമുക്ക് എല്ലാ സമൂഹത്തിലെ പല തലങ്ങളിലുള്ള ആൾക്കാർ ഇതുപോലെ ഉണ്ടെങ്കിലും നമുക്കിതുപോലെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മുരുകൻ കാട്ടാക്കട സാറിനെ വിളിച്ച് ഈ ഓണത്തിനൊക്കെ വലിയൊരു ചടങ്ങ് സംഘടിപ്പിച്ചു. അവിടെയൊക്കെ നമുക്ക് നാട്ടിലൊക്കെ നല്ല അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ സമ്മാനിച്ച ഈ ഒരു അനുഭൂതി അതെന്താണെന്ന് ഞാൻ ഈ ശബരിമല സീസണിൽ മനസ്സിലാക്കിയതാണ്. സ്നേഹം എന്താണെന്നും എങ്ങനെ ചേർത്ത് നിർത്തണമെന്നും ജാതിക്കും മതത്തിനും അതീതമായി സാഹോദര്യ ബന്ധം അല്ലെങ്കിൽ ഹൃദയത്തിങ്ങൾ തമ്മിലുള്ള ഇഴയെടുപ്പം എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്നും എനിക്ക് കാണിച്ചു തന്ന 2 മഹത് വ്യക്തികളാണ് എൻ്റെ പുറകെ എൻ്റെ സഹപ്രവർത്തകരായിരിക്കും. കാരണം ഞങ്ങളെല്ലാവരും ഒരു ബാരക്കിലാണ്. യാദൃശ്യമായി ഞാൻ മറ്റൊരു ബാരക്കിൽ പെട്ടു. പിന്നെ കറങ്ങിച്ചിട്ട് ഇവിടെ ഒരു വേക്കൻസി കിട്ടി. അങ്ങനെ വന്നെത്തിയപ്പോൾ ഇവർക്ക് വരുന്ന ഫോൺ കോളുകൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ശ്രദ്ധിച്ചപ്പം എൻ്റെ സ്കൂൾ കൂട്ടായ്മ, എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ നാട്ടുകാരിൽ എൻ്റെ പ്രിയപ്പെട്ടവരൊരാൾ ശബരിമല ദർശനത്തിനായി വരികയാണ്. നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യണം. അച്ഛനല്ല, അമ്മയല്ല, ബന്ധുക്കളല്ല, സ്വന്തക്കാരാരുമല്ല, പക്ഷേ ഞങ്ങൾ ഹൃദയത്തോടൊപ്പം ചേർത്ത് നിർത്തണം. അപ്പം ഞാൻ ഈ കൂട്ടായ്മയെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചു തുടങ്ങി. അപ്പോഴാണ് അവർ പറയണത്, ഞങ്ങളെ കൂടപ്പുറപ്പുകളെ കാട്ടിയും നമ്മളെ രക്തബന്ധുക്കളെ കാട്ടിയൊക്കെ നമ്മൾ ഏറ്റവും ഇപ്പം ചേർത്ത് നിർത്തുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയാണ്. ആയിരത്തി 1975 ഊരുട്ടമ്പലം LP സ്കൂളിൽ, ഇന്നത്തെ പഞ്ചമി സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠനം നടത്തിയ കൂട്ടുകാരുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാണ് ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. ഏകദേശം 7 വർഷമായി ഈ ഒരു ഒത്തുചേരലിന് തുടക്കം കുറിച്ചിട്ട് ഓണാഘോഷ പരിപാടികൾ ഉൾപ്പെടെ, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ, ഗുരുവന്ദനം ഉൾപ്പെടെ, മാതാപിതാക്കളെ ആദരിക്കുന്നതുൾപ്പെടെ
നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ചാരിറ്റി ഗ്രൂപ്പ് ഇന്ന് ഒരു മുഖ്യധാരയിൽ നിൽക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒന്നാണ്. വർത്തമാന കാലഘട്ടത്തിൽ മാതാപിതാക്കളെ അനാഥാലയങ്ങളിൽ എത്തിക്കുന്ന സംസ്കാരം നിലനിൽക്കുന്ന ഒരു കർമ്മ മേഖലയിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിന് നൽകേണ്ട ഒരു വലിയൊരു മെസ്സേജ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ സംഗമത്തിലുണ്ട് എന്ന് നമ്മൾ എല്ലാവരും കരുതുന്നു. നമ്മുടെ സുഹൃത്തുക്കളുടെ മാതാപിതാക്കളെ, എത്താൻ പറ്റുന്ന മുഴുവൻ മാതാപിതാക്കളെയും നമ്മളിവിടെ എത്തിക്കുകയും അവരെ ആദരിക്കുകയും അവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. അത് മറ്റ് സുഹൃത്തുക്കൾക്കും സമൂഹത്തിനും അടുത്ത തലമുറയ്ക്കും നൽകുന്ന വലിയൊരു മെസ്സേജായി നമ്മൾ ഈ കൂട്ടായ്മയിൽ കാണുന്നു. സാധാരണ സൗഹൃദങ്ങൾ ഒത്തുചേർന്ന് ആഘോഷം നടത്തി പിരിയുന്നതിന് പകരമായി വളരെ ഉദാത്തമായ ചിന്താധാര സമൂഹത്തിൽ എത്തിക്കുവാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്നത് അഭിമാനപൂർവ്വം നമ്മൾ പറയുന്ന ഒന്നാണ്. വരും കാലഘട്ടങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ദിശാബോധമുള്ള ഒന്നായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം 2027-28 തന്നെ ഈ ഒന്നാം പള്ളിക്കൂട കൂട്ടായ്മയ്ക്ക് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മോടൊപ്പം പഠിച്ച ശ്രീ അനിൽകുമാർ ലാവുളയിൽ താമസിക്കുന്ന സുഹൃത്താണ്. അദ്ദേഹം അതിനാവശ്യമായ ഭൂമി വിട്ടുതരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് അനുബന്ധമായി ബന്ധപ്പെട്ട മേഖലകളിൽ ജനപ്രതിനിധികളുമായി ആലോചിച്ച് ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു ഒന്നാം പള്ളിക്കൂട ഭവനം തീർക്കുകയും നമുക്ക് വരും കാലഘട്ടങ്ങളിൽ സമൂഹത്തിൽ ആശ്രയനായ ഈ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ രക്ഷകർത്താക്കൾക്കോ ആർക്കെങ്കിലും ആരുമില്ലാതെ അന്യതാബോധത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കൈത്താങ്ങാകാൻ ഈ കൂട്ടായ്മയ്ക്ക് ആ മന്ദിരം സ്ഥാപിതമാകുന്നതോടെ കഴിയും എന്ന നിറഞ്ഞ ചാരിതാർത്ഥ്യത്തിലാണ് ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ സംഗമം നടക്കുന്നത്. അത്തരത്തിൽ നൂതനവും പുതിയ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ തലമുറയും ഈ വർത്തമാന കാലഘട്ടത്തിലെ തലമുറയും അടുത്ത തലമുറയും അങ്ങനെ ഈ തലമുറകളെ കണ്ണിയാക്കിക്കൊണ്ട് സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായി സമൂഹത്തിന് ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് കഴിയുമെന്ന ദൃഢ നിശ്ചയത്തോടുകൂടി നാം വീണ്ടും സംഗമിക്കുന്നു.